നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലെ അൽ റിയാദിനെതിരെ അൽ നസർ 2-2 സമനിലയിൽ കുരുങ്ങി. ആ മത്സരത്തിൽ അവരുടെ ഡിഫൻസിലെ സുപ്രധാന താരമായ ഐമറിക് ലാപ്പോർട്ടിന് റെഡ് കാർഡ് ലഭിച്ചു. അത് തീർച്ചയായിട്ടും വലിയ തിരിച്ചടിയായിട്ട് അൽ നസറിന് മാറിയിരിക്കുകയാണ്. ഒരു പക്ഷെ അദ്ദേഹത്തിന് 2 മത്സരങ്ങൾ വിലക്ക് വരാൻ സാധ്യതയുണ്ട്. റഫറി അത്തരത്തിലാണ് ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത്. അത് നടപ്പാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് കിങ്സ് കപ്പിന്റെ ഫൈനൽ അൽ ഹിലാലുമായിട്ടുള്ള ഫൈനൽ നഷ്ടമാകും. തീർച്ചയായിട്ടും ലാപ്പോർട്ട് ഇല്ലാത്ത ഡിഫൻസ് അൽ ഹിലാലിന്റെ മുന്നേറ്റത്തെ എങ്ങനെ തടയുമെന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ്. അപ്പം അൽ നസറിന് ഒരു വലിയ തിരിച്ചടിയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇന്നലത്തെ കളിയുടെ 63-ാമത്തെ മിനിറ്റിലാണ് അദ്ദേഹത്തിന് റെഡ് കാർഡ് ലഭിക്കുന്നത്. എതിർ താരത്തിന്റെ കൈ പിടിച്ച് കൈമുട്ടിന്റെ ഭാഗത്ത് ഇങ്ങനെ ഇടിക്കുകയാണ് എന്തായാലും അദ്ദേഹം ചെയ്തത്. അത് വളരെ വളരെ ഡിസ്ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് എന്നാണ് റഫറി ഇപ്പം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റഫറി ഖാലിദ് അൽ ടുറൈസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഐമറിക് ലാപ്പോർട്ട് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്ഗ്രേസ്ഫുൾ ബിഹേവിയർ ആണ്. അതുകൊണ്ട് തന്നെ 2 മത്സരങ്ങളെങ്കിലും സസ്പെൻഡ് ചെയ്യണം. ഐമറിക് ലാപ്പോർട്ട് കമ്മിറ്റഡ് ഡിസ്ഗ്രേസ്ഫുൾ ബിഹേവിയർ ആൻഡ് ദസ് വിൽ ബി സസ്പെൻഡഡ് ഫോർ 2 മാച്ചസ് എന്നാണ് അൽ ടുറൈസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. തീർച്ചയായിട്ടും അത് ഇപ്പോൾ ഡിസിപ്ലിനറി കമ്മിറ്റി നടപടിയെടുക്കുകയാണെങ്കിൽ 2 മത്സരങ്ങളിലൊക്കെ വിലക്കുകയാണെങ്കിൽ വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. ലൂയിസ് കാസ്ട്രോ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് ഐമറിക് ലാപ്പോർട്ടിന്റെ ഭാഗത്ത് വന്നത് ഒരു റോങ് റിയാക്ഷൻ ആണ്. അത് ടീമിന് വലിയ രൂപത്തിൽ തിരിച്ചടിയായി മാറി. എന്തായാലും ഈ എക്സ്പെൽഷൻ കിങ്സ് കപ്പ് ഫൈനലിലേക്ക് ബാധിക്കില്ല എന്നൊരു പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് ഞാനെന്നാണ് ലൂയിസ് കാസ്ട്രോ പറഞ്ഞത്. അദ്ദേഹത്തിനും തീർച്ചയായിട്ടും ഭയമുണ്ട് ഇത് ഫൈനൽ മത്സരത്തെ ബാധിക്കുമോ എന്ന്. ഇപ്പം അദ്ദേഹം ഇല്ല എന്ന് വെച്ചോ, അതായത് ഐമറിക് ലാപ്പോർട്ട് ഇല്ല എന്ന് വെച്ചോ, അതുകൊണ്ട് തീർന്നില്ല. അലക്സ് ടെല്ലസിന് ഇപ്പോൾ അക്യുമുലേഷൻ ഓഫ് കാർഡിന്റെ കാര്യത്തിൽ അടുത്ത മത്സരം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ സൗദി പ്രോ ലീഗിലെ അവസാന മത്സരത്തിൽ അൽ ഇത്തിഹാദിനെതിരെ കളിക്കുമ്പോൾ അലക്സ് ടെല്ലസും ഉണ്ടാവില്ല, ഐമറിക് ലാപ്പോർട്ടും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഡിഫൻസും കൊണ്ടായിരിക്കും പ്രോ ലീഗിലെ അവസാന മത്സരം കളിക്കേണ്ടി വരിക. എന്തായാലും പ്രോ ലീഗിലെ അവസാന മത്സരം കഴിഞ്ഞിട്ടാണ് കിങ്സ് കപ്പിന്റെ ഫൈനലുള്ളത്. 2 കളികളിലെ വിലക്കാണെങ്കിൽ തീർച്ചയായിട്ടും ലാപ്പോർട്ട് പുറത്തിരിക്കേണ്ടി വരും. അത് അൽ നസറിന് വലിയ തിരിച്ചടിയുമാവും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ വരാം.